ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഗെയിം ലോക്കേഴ്സ് ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേര് എന്താണ്? ഗ്രാനി 3. അപ്പോൾ ഇതൊരു ഹൊറർ ഗെയിമാണ്, എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ കളിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് കളിച്ചത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് സമയം കളയാതെ, നമ്മൾ അപ്പം നിൽക്കുന്നുണ്ടോ, സമയം കളയാതെ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് പ്ലേ. അപ്പോൾ ഇതിനകത്ത് സ്ലെൻഡറിനെ വേണം നമുക്ക്. ഗ്രാനി ബോത്താണ് ഞാൻ ഇട്ടേക്കുന്നത്, പക്ഷേ ബോത്ത് വേണ്ട ഗൈസ്. നമുക്ക് ഗ്രാനി വെച്ച് കളിച്ചാൽ മതി. ഗ്രാനി ചേച്ചി മതി നമുക്ക്. നോർമലാണോ ഈസി ആണോ ഹാർഡ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും വിടുന്നില്ല, നേരെ നമ്മളുടെ ഈസിയാണ് ഗൈസ്. നമുക്ക് ഈസി മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈസി, അത് കഴിഞ്ഞ് നോർമൽ, ഹാർഡ്, എക്സ്ട്രീം, പ്രാക്ടീസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈസി മതി നമുക്ക്. ഗ്രാനി ഇതിനകത്തെല്ലാം പറഞ്ഞു തരാം. ഇതിനകത്ത് എങ്ങനെയാണ് ഗ്രാനിയുടെ ഡിഫിക്കൽറ്റി ഈസിക്കകത്ത് ഇത് ഡിഫിക്കൽറ്റി എന്നൊക്കെയാണ് ചോദിച്ചാൽ, ഗ്രാനി ആൻഡ് ഗ്രാൻഡ് പാ മൂവ്സ് എ ബിറ്റ് സ്ലോവർ. ബോത്ത് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഗ്രാനി മതി. ഓക്കെ, Granny and Grandpa moves a bit slower. No creaking floors. ഫ്ലോർസ് ശബ്ദം കേൾക്കത്തില്ലെന്നാണ് തുള്ളത്. ദി ഫുഡ് എലിവേറ്റർ ഹാസ് ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മളെ ഇലക്ട്രിസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അതിന്. ഓക്കെ, സെൻറ്ററിന് വേണം. നൈറ്റ് മെയർ ഉണ്ട്. നൈറ്റ് മെയർ എന്ന് വെച്ചാൽ ചോരയൊക്കെ കാണും നമ്മളവിടെ. ഓക്കെ, പിന്നെ ക്വാളിറ്റി നമ്മൾ ഹൈ ആണ് ഇട്ടേക്കുന്നത്. ഇനി ഷോ ഇൻട്രോ വേണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വേണം. ഇനി ഷോ ഇൻട്രോ എന്തായാലും വേണം. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദി ഗെയിം ഗൈസ്. സ്റ്റാർട്ട്. അതെ, നമ്മളെ ഫ്ലോറിൽ എന്തെങ്കിലും വീണാൽ ഗ്രാനി വരും, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം ലെറ്റ് സ്റ്റാർട്ട് ദി ഗെയിം ഗൈസ്. ലോഡിങ്. നമുക്കിത് 2 വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2 വീഡിയോ വരും. ഓക്കെ ഗൈസ്, ചിലപ്പോൾ ലോഡിങ് ആവുന്നുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കുക ഗൈസ് ഫോർ എസ്കേപ്പിംഗ് ഫ്രം ഗ്രാനീസ് ഹൗസ്. ഇൻട്രോ. ഓക്കെ, നമുക്ക് സൗണ്ട് കൂട്ടിയിട്ട് ഇൻട്രോ കേട്ടിട്ട് ഞാൻ സംസാരിക്കും ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്. ഓക്കെ, അന്നേരം നമ്മൾ ഒരു വീട് കാടിനകത്തുള്ള. അപ്പം നമ്മൾ ആ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞ ഉടനെ ആ വീടിൻ്റെ ഗേറ്റ് അടഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി കൂടെ അകത്തോട്ട് വന്നപ്പം ഗ്രാൻഡ് പാ നമ്മളെ വെടി വെച്ച് അവിടെ ഇട്ടു. അന്നേരം ഈ ജയിലിൻ്റെ അകത്തുണ്ടോ നമ്മൾ ഇട്ടേക്കുക. നമ്മളപ്പം ഇവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇത് ഇരിക്കാനുള്ളതാണ് സംഭവം. ഇവിടെ സംഭവങ്ങൾ എസ്പെഷ്യലി ഒന്നും രക്ഷപ്പെടാനായി കാണുന്നില്ല. ഓക്കെ ഗായ്സ്, ഓക്കെ, there was one lock pick. നേരെ നമുക്കിത് തുറക്കാം ഗൈസ്. ഓക്കെ, ഹോൾഡ് ചെയ്താൽ മതി. പിക്ക് വെച്ച് നമുക്കിത് തുറക്കാൻ പറ്റും. അപ്പം നമ്മുടെ ട്രെയിൻ എസ്കേപ്പിൻ്റെ ആണ് ആ കുഴി പോലത്തെ കാണുന്നുണ്ട് താഴോട്ടും. അത് ട്രെയിൻ എസ്കേപ്പിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് നേരെ അതുപോലെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവിടെ 2 വഴിയുണ്ട്. ഇവിടെ ഡോറുണ്ട്, നമുക്ക് തുറക്കാം. പിന്നെ അത് പ്രത്യേകിച്ച് ഒരു മാങ്ങയും ഇല്ല. നമുക്ക് നേരെ പോകാം, താഴോട്ട് പോകാം. അപ്പോൾ ആ സ്പീഡ് കൂടണമെങ്കിൽ നമ്മളിത് പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരുന്നത് ആദ്യം തോന്നുന്നു. ഓക്കെ, സൂപ്പർ. നമുക്കിനി ഇങ്ങോട്ട് പോകാം. ഓക്കെ, ഇവിടെ എന്താണ് പേടിപ്പിക്കുന്നു കള്ളവായ. നമുക്ക് ഈ റൂം തുറന്ന് നോക്കാം ഗൈസ്. നമുക്ക് അടയ്ക്കാം. ഓക്കെ, 2 ശബ്ദമെങ്കിലും എന്തുകൊണ്ട് ഗ്രാനി എന്തായാലും വരുന്നതായിരിക്കും. പ്ലാങ്ക് ഇങ്ങ ഇറക്കുക സാർ. നമുക്കിത് പോകാം, അങ്ങോട്ട് പോകാം. നമുക്കിനി ഗ്രാനി വരുന്ന കാത്തിരിക്കാം. ഗ്രാനി വരുമ്പോൾ നമുക്കിവിടെ കാത്തിരിക്കാം. ഓക്കെ,
ഓക്കെ ഗൈസ്, ഗ്രാനി അങ്ങോട്ട് പോയി. യെസ്, ഗ്രാനി പോയി. റെഡി, 1 2 3. ഗ്രാനി പോയി. നേരെ ഇറങ്ങാം, നേരെ പോകാം. ഞാൻ നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു ശബ്ദം കേട്ടു. ഓക്കെ 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 ഇവിടെ ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഗ്രൗണ്ട് കിടക്കുന്ന ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ മേളിലോട്ട് പോകാം. മേളിൽ എന്താണെന്ന് നോക്കാം. കമോൺ, ലെറ്റ്സ് ഗോ. നേരെ മേളിലോട്ട് പോകാം. ഇറക്കാം. എന്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഓക്കെ, പാഡ്ലോക്കി. നേരെ നമുക്ക് മേളിലോട്ട് വിട്ട് പിടിക്കാം. പക്ഷേ മേളിലല്ല നമ്മളിപ്പോൾ പോകേണ്ടത്. ഓക്കെ കഴിച്ച് എനിക്ക് അങ്ങനെ ഒന്ന് തലക്കടിച്ച് കൊല്ലും, അത് ഉറപ്പാണ്. അങ്ങനെ ഓൾറെഡി നമ്മളെ കണ്ട്. ഓക്കെ, നമുക്കിനി ഇങ്ങോട്ട് പോകാം. തുറക്കാം. ഓക്കെ, ലിഫ്റ്റാണ്. അവിടുന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നേരെ പോവാണ് ഗൈസ്. നമ്മളിവിടെ വന്ന് നമ്മളിവിടുന്ന് എണീറ്റ് കഴിഞ്ഞ് നമുക്കിവിടെ അങ്ങോട്ട് ചാടിപ്പോകാൻ പാടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ മൊത്തം ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കപ്പോൾ അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഒരു ഒരു തൊട്ടിയുണ്ട് ഗായ്സ്. ഇതിനകത്ത് ഗ്രാനി ഉറങ്ങുന്ന ഞാൻ തോന്നുന്നു. ഓൾഡ് ക്രിബ്. ഓക്കെ ഗായ്സ്, ഓൾഡ് ക്രിബ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ കയറാം. വേണ്ട, ഒന്നും ആവശ്യമില്ലാത്ത പണി എന്തിനാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഏറ്റവും അടിയിൽ പോവാം. നമുക്ക് സെക്കൻഡ് ഫ്ലോർ എന്ന് പറഞ്ഞ ഫ്ലോർ ഗൈസ്. സെക്കൻഡ് ഫ്ലോറിൽ പോവാം. ഇങ്ങോട്ട് ഗ്രാനി വരുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിവിടെ കുറച്ച് നേരം നിൽക്കാം. അയ്യോ ഗൈസ്, ഗ്രാനിക്ക് നല്ല സ്പീഡൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ, സ്പീഡില്ല, ഗ്രാനിക്ക് സ്പീഡില്ല. ഇങ്ങോട്ട് വരുന്നു. ലെറ്റ്സ് ഗോ. മേളിൽ പോവാം. നമുക്ക് ഏറ്റവും മേളിൽ ഫ്ലോറിൽ പോവാം. പെട്ടെന്ന് ഇനി തുറക്കണോ? ഓ മൈ ഗാഡ്, പെട്ടെന്ന്. ഓക്കെ, ഞാൻ മേളത്തെ നിലയിൽ പോവാം. നമുക്കിവിടെ നിൽക്കാം. ഇവിടെ നമ്മൾ സേഫായിരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വരും. ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഇങ്ങോട്ട് കയറി വരത്തില്ലെന്ന് തോന്നുന്നത്. നമുക്ക് ഇവിടെ സൈഡിലൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പ്ലാൻ വെക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇല്ലേ ഓരോ സ്ഥലമുണ്ട് ഗൈസ്. അവിടെ നമുക്ക് പ്ലാൻ വെച്ചാൽ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ താഴോട്ട് ഇറങ്ങണം. ഇപ്പം ഇറങ്ങി നോക്കാമല്ലേ ഒന്ന്. നമുക്ക് ഇറങ്ങാം. കയറാൻ ഇവിടെ പ്രാങ്ക് പ്ലേസ് ചെയ്യേണ്ട എവിടെയാണ്? ഓക്കെ, ഡ്രോ പ്ലേസ്. നമുക്ക് ഇനി ഈ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ സുഖമായിട്ട് ഗൈസ് നമ്മൾ തേനോ മേളിൽ കയറി പെട്ടെന്ന്. നമ്മൾ പ്ലാങ്ക് ശരിയായ രീതിയിലല്ല പോയത്. അതുകൊണ്ട് നമ്മൾ താഴെ വീണേ. നേരെ പെതുക്കെ ഇങ്ങനെ ഓക്കെ ഞാൻ വന്നല്ലോ. എന്തോ നിങ്ങൾ വാ. പേടിയാവുന്നു. ഇങ്ങനെ പെതുക്കെ പോകണം. നമ്മൾ ആ കുഴി വീണ തീർന്ന് ഗായ്സ് നമ്മളെ കാര്യം. ഓക്കെ, നമ്മളിവിടെ എത്തി ഗായ്സ്. ഇവിടെ എന്താണ്? ബ്രിഡ്ജ് ക്രാങ്ക് ഉണ്ട്. ബ്രിഡ്ജ് ക്രാങ്ക് എടുത്തു ഞാൻ. നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് വേണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് അങ്ങനെ പോകാനുള്ളതുകൊണ്ട് ബ്രിഡ്ജ് ക്രാങ്ക് എന്തായാലും വേണം. നമുക്ക് നേരെ ഇങ്ങോട്ട് വരാം. ഇവിടെ എന്താണ്?
കുന്തമാണ് ഇവിടെ. നമ്മളതിനെ കുഴിയിരിക്കുന്നത് നീതിരെ അങ്ങോട്ട് വെള്ളവാഴ നമുക്കിനി ഇവിടുന്ന് ഇറങ്ങി ഓടാം. ഫസ്റ്റിലാണ് നിങ്ങൾ മേളിരിക്കുന്ന കലം പോലത്തെ സാധനം കണ്ട അത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് ഈ ക്രാങ്ക് വീഡിയോ ആട്ടുമ്പോൾ നേരെ ഇങ്ങോട്ട് വരാം. മേലോട്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് കയറാം കഴിച്ച് ഇങ്ങനെ അങ്ങ് കയറാം നമ്മൾ മേലോട്ട്. ഇനി ഇവിടുന്ന് ഏത് ഇങ്ങനെ പോകുമ്പം ഓക്കെ ഗായ്സ് നമുക്ക് നേരെ ഇങ്ങനെയൊക്കെ പോകാമ്പോൾ എന്താ മഞ്ഞ ഓക്കെ നമ്മൾ ഇനി ഏത് കീയാണെന്ന് എന്തോ കീയാണ് ഗൈസ്. ഈ വൃത്തിയായിട്ട കാക്കേൻ്റെ മേലെ ഇങ്ങനെ നമുക്ക് ഈ കീ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ കാക്ക നമ്മളെ കൊട്ടും. അപ്പോൾ ഇത് വെച്ച് അടിച്ചങ്ങ് പൊടിച്ചാലേ കാക്കയും വേണ്ട. നമുക്ക് അതിനെ കൊല്ലാൻ വല്ല രീതി ഉണ്ടോ എന്നറിയാൻ വയ്യ. ഫസ്റ്റ് ഇവിടെ കീയുടെ ആവശ്യമുള്ള ഇല്ല കാണുന്ന സാധനം കണ്ടത്. അത് നമുക്ക് തേങ്ങ പൊട്ടിക്കാനുള്ള സാധനമാണ് അവർ വെച്ചിരിക്കുന്നത്. പക്ഷേ ഗ്രാനി തല പൊട്ടിക്കാനാണ് തോന്നുന്നത് അത് വെച്ചിരിക്കുന്നത്. ദേശം എനിക്ക് അതാർക്കും ഇടാതായിരിക്കാം. ഓക്കെ നമുക്കിനി ഇതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ ഇറങ്ങാനുള്ള വല്ല പരിപാടിയും ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കണം. ഇവിടുന്ന് ചാടി എന്തായാലും മരണം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയാൽ ഇവിടുന്ന് ചാടിച്ചാവാം. അല്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഓക്കെ നമുക്ക് ഇവിടെ വരാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചാടിച്ചാവാം. ഇവിടെ നമുക്ക് ഇങ്ങോട്ടെങ്ങാനും പോയി നോക്കാം. ഓക്കെ സംതിങ് ദേർ വാസ് നമുക്ക് ഇതേ കൂടെ ജസ്റ്റ് ഗ്രാനി ഞാനിപ്പോൾ മേളിലോട്ട് വരും. യെസ് ദാറ്റ് ഐ വാണ്ട്. നമുക്കിനി ഇവിടെ മറ്റേ സാധനമുണ്ട് പോയിട്ട് വേണ്ട പറ്റിപ്പോയിക്കോ. നമുക്കിനി ഇതിനകത്തോട്ട് ചാടാൻ കഴിക്കാം. ഉള്ളിച്ചെടി നമ്മൾ ചാവത്തില്ല കഴിച്ച് എനിക്കിപ്പം മനസ്സിലായി. അയ്യോ നേരെ പോ. ഗ്രാനി പുറകുണ്ട് അത് നോക്കണ്ട. ഇപ്പോഴേ നേരെ വിട്ടോ. ഗ്രാനി പിടിച്ച സീനാണ്. ഗ്രാനി പിടിച്ച് നമ്മൾ എന്തായാലും ചാവും കഴിച്ചു ഉറപ്പാണ്. ഗ്രാനി പിടിച്ച് എന്തായാലും ചാവും. വേണ്ട നമുക്ക് ഇവിടെ നിൽക്കേണ്ട. ഗ്രാനി നേരെ കൂടെ വരുന്നുണ്ട്. നേരെ ഇവിടെ നിന്ന് വെച്ച് പിടിക്കാം ഗൈസ്. സെക്കൻഡ് ഫ്ലോർ ഇതിന് ഇവിടെ കയറി ഒളിക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ എന്താണ് ഒരു പാഡ്ലോക്കി ഉണ്ടായിരുന്നു കൊടുക്ക്. അപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. ഇവിടെ ഒളിച്ചിരിക്കാം. യെസ് പാഡ്ലോക്കി നമുക്ക് അവിടെ കൊണ്ടിട്ട് ലോക്ക് എടുത്ത് ആ സാധനം എടുക്കണം. ഫസ്റ്റ് എന്താ നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ ഞാൻ ഇവിടെ വന്നിട്ട് പോയോ. സ്റ്റാൻഡ് അപ്പ്. എൻ്റെ ഒരു ഇഞ്ചറി പോയില്ലെങ്കിൽ നമ്മളെ കാര്യം തീർന്നു. ഞാനീ പോയി. മറ്റേ റൂമുണ്ടല്ലോ ഗൈസ്. മറ്റേ റൂം അതിന് പറയുന്നത് എന്തോന്ന് എനിക്കറിയില്ല. എന്ത് സാധനം നമ്മൾക്ക് ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് അത് പിക്ക് ചെയ്യാൻ പറ്റും. പിക്കാവ് ഓക്കെ. നമുക്കിത് ഇപ്പം ഞാൻ താഴേക്ക് നിലവിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ നിലവിലോട്ട് പോകാം. ഓക്കെ നമുക്ക് നമ്മളാരായി. ഓക്കെ നമ്മൾ എണീറ്റിരിക്കുക.
നമുക്ക് ഈ ചെടി കൊണ്ട് കാരണം കളി ഡ്രോപ്പ് എടുക്കും. ഇതാണ് ഇത് ഏതാണ്ട് സാധനം തറയിട്ടിട്ടാണ് നമ്മളെ പോയത്. നമുക്ക് ഈ സേഫ് കീ അപ്പോൾ ഇതെന്ത് സംഭവം? ഇന്നീടെ ക്രോബാർ വേണം. അപ്പം നമുക്ക് ഈ സേഫ് കീ നമുക്ക് എന്തോ ചെയ്യാനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമുക്കിത് ഡിപ്ഷൻ വെക്കാം, കുത്തിയിരിക്കാം, എന്നിട്ട് സേഫ് കീ ആയിട്ട് നേരെ താഴോട്ടങ്ങ് ഇടാം. ഓക്കെ സേഫ് കീ എന്തേനു നമ്മളെ അടിച്ചിട്ട് കഴിച്ചാൽ എന്നിട്ട് നമ്മളെ വീണ്ടും ഇല്ല കൂട്ടിക്കൊണ്ടിടും ഗായ്സ്. അത് ഉറപ്പാ. Day 2 Day 5 അതിനകത്തുള്ളത്. Day 2 ആയിട്ടുണ്ട് ഇത്. അപ്പോൾ നേരെ ഇതിന്ന് എന്നത്തെയും പോലെ തന്നെ ഇറങ്ങാം. കുത്തിയിരിക്കണോ? വേണ്ട, നമ്മളെ സാധനം ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് തുറക്കാം. പെട്ടെന്ന് തുറക്കൂ. ലെറ്റ്സ് ഗോ. സ്പീഡ് പിടിച്ച് പഠിപ്പിച്ച് രണ്ടോടം പിടിച്ച് എന്തുവാ? ഓക്കെ ഗായ്സ്, ഓക്കെ ഇത് ഗെയിമിൻ്റെ സംഭവമാണ് ഗായ്സ്, എനിക്കറിയാം. ഓക്കെ, ഇനി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഗ്രാനി ഭയങ്കര ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറു. ഞാൻ ഇതുപോലത്തെ തിയേറ്റർ ഗെയിം ഒന്നും കളിച്ചില്ല എന്ന് വെച്ചാൽ നല്ല പാടാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഗ്രാനി പാട്ട് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നി. എനിക്ക് നല്ല പാടായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഗ്രാനി ഒന്ന് തലക്കടിച്ചങ്ങ് താഴെ ഇടുക. ഞാൻ എന്ത് വേണം? ഇവിടെ ഗ്രാനി അവിടെ കാണാൻ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ചിലപ്പോൾ ഗ്രാനി കാണും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ടു പോകണം. പെട്ടെന്ന് നമുക്ക് തുറക്കാം ഗൈസ്. പെട്ടെന്ന് നമ്മളിവിടെ നിന്ന് താമസിക്കും. ഫസ്റ്റ് നമുക്കൊരു ഊഹം വേണം എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യം ഉണ്ടായതിന് വേണ്ടി നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. നേരെ നമുക്ക് കണ്ട് ഗ്രാനി അങ്ങോട്ട് വിളിച്ച് വരുത്തണം. ഗൈസ്, ശബ്ദം കേട്ട് ഗ്രാനി സേസി, നിങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട ഗ്രാനി സേസി അങ്ങോട്ട് വരും. ഓക്കെ, ഞാൻ നമ്മളെ കാണാൻ വിളിച്ചുകൊണ്ട് ബാക്കിലോട്ടിരിക്കാം. ഓക്കെ ഗായ്, ഓക്കെ ഗ്രാനി പോകുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ ഗായ്സ്, ഗ്രാനി പോകുമെന്ന് നോക്കാം. ഗ്രാനി പോയാൽ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ട് പോകണം. സ്റ്റാൻഡ് ആവാം. പോകാം. നമുക്ക് പെട്ടെന്ന് പോകാം. നമുക്ക് നമ്മൾ ഫ്രണ്ടിലിട്ടിട്ടുണ്ട് 2 സാധനങ്ങൾ ഫ്രണ്ടിലിട്ടിട്ടുണ്ട്. ഒരു സേഫ് കീയും ഇതും നമുക്ക് എടുത്തുകൊണ്ട് താഴെ ഇടണം. ഇതൊക്കെ അങ്ങ് ചെക്ക് ചെയ്ത് പോകാം നമുക്ക്. അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും, അത് സീനായിരിക്കും. പിന്നെ പണി വേണ്ട. നമുക്ക് ഇവിടെ അല്ലേ മാസ്റ്റിക് കണ്ട, നമ്മളിവിടാണ് മാസ്റ്റിക് കണ്ടത്. നമുക്ക് നേരെ പോകാം മേലോട്ട്. എന്നിട്ട് നമുക്ക് തുറക്കാം. ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്രാങ്ക്, ബ്രിഡ്ജിൻ്റെ വീലാണ് കൈസ് നമുക്ക്. അതായത് ഇങ്ങോട്ടിടാം. നേരെ പോകാം. നമുക്കിനി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് അറിയാൻ നോക്കണം. നമ്മളെന്തിട്ട് ഇങ്ങോട്ട് എന്തോ ചെയ്യാൻ വന്നത്? കയറി മേലോട്ട് പെടുന്നു. നമുക്കിനി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെ
ഈ ബ്രിഡ്ജ് റാങ്ക് കിട്ടി നമുക്ക് മുകളിൽ ബെഡ് നേറാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് മാസ്റ്റിക് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? നമുക്ക് മാസ്റ്റിക് എടുത്തിട്ട് ഫ്രണ്ടിലൊരു സംഭവമുണ്ട്, അത് കാണിച്ചു തരാൻ കിട്ടും. ഞാൻ ഇത് ചത്തുവോ, തൊട്ടാലും പിടിച്ചാലും ചത്തു പോകുന്നു. പിന്നെ എങ്ങനെയാണ് അത് ഫുള്ള് എസ്കേപ്പ് ആവുന്നതെന്ന് എനിക്കാണ് കൂടാ. ഓക്കെ, ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഗൈസ്. നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നറിയാമല്ലോ. അപ്പോൾ ഫുള്ള് ബ്ലഡായി ഗൈസ്. രണ്ടും കൽപ്പിച്ച് നേരെ പോകാൻ നമുക്ക് പോകാം. നമ്മളിന്ന് രാണിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയില്ലെങ്കിൽ നമ്മളെ പേര് സുധാമണി എന്നല്ല. അല്ല, ഗൈസ് ഇവർ മേളെ ഇരിപ്പുണ്ട് ഗൈസ്. എന്തിട്ടാ ചുമ്മാ എനിക്കിത് കളിച്ച് തീർക്കാൻ പറ്റത്തില്ല ഗൈസ്. ഒരു ഡേയും കൂടെ ഇനിയേ ഉള്ളു. നമ്മളെ ഒരു ഡേക്ക് എന്തോ ചെയ്യാനാണ്, പറ്റത്തില്ല. ഭയങ്കര ടഫ് ഗെയിം എന്ന് വെച്ചാൽ ഭയങ്കര ടഫ് ഗെയിം. ഓക്കെ ഗൈസ്, എനിക്കിത് പറ്റുന്നില്ല. സംഭവം പൊട്ട ഗെയിം ആയിട്ട് ഭയങ്കര പാട്. ഫസ്റ്റ് എണ്ണാന്ന് തോന്നി കളിക്കുന്നത്. എന്നാലും നമുക്ക് ഇനിയും രക്ഷപ്പെടാം. ഓക്കെ ഗൈസ്, ഡേ 5 രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരിക്കും നമുക്ക്. ഞാൻ വീണ്ടും പോയി ഡൈവേർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരും. ഒളിച്ചിരിക്കണം അടിയിൽ. ഗ്രാനി സീനാക്കും. ഓക്കെ, നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ലാസ്റ്റ് ഡേ ഗൈസ്, ഇത് ജയിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ. എല്ലാവരും ലൈക്ക് അടിക്കുക ഗൈസ്, സപ്പോർട്ടൊക്കെ തരിക. നമ്മളിതിൻ്റെ എന്നാൽ നിങ്ങൾ സപ്പോർട്ട് തന്നാൽ തന്നെ നമ്മളിതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഒരു ഫുൾ വീഡിയോ ഇതിൻ്റെ എന്തായാലും ഇടും. നിങ്ങൾക്ക് നല്ല ലൈക്ക് തരണം, സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഗൈസ്. നിങ്ങൾ എന്നിട്ട് പോലും എനിക്ക് ലൈക്ക് ഞാൻ ടാർഗറ്റ് തന്നേനെ, അതുകൊണ്ട് നിങ്ങൾ അടിപ്പിച്ചില്ല ഗൈസ്. പിന്നെ അങ്ങനെ കുറച്ചാന്നുള്ളൂ ഗൈസ്. നമ്മൾ ഗ്രാനി കളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഗ്രാനി കളിച്ചു. എന്നിട്ട് നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ വേറൊരു വീഡിയോയിൽ രക്ഷപ്പെടത്തുള്ളൂ കേട്ടോ ഗൈസ്. നമുക്ക് വേറൊരു വീഡിയോയിൽ രക്ഷപ്പെടാൻ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അവസ്ഥയാണ്. നമ്മളിപ്പോൾ ചാവും ശ്രമിക്കുവാണ്. പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സമയമില്ല, എന്നിട്ട് പോവാം ഗൈസ്. നമുക്കൊരു ആ വെളിയിൽ കൂടെ ഉള്ള എസ്കേപ്പ് ഇല്ല, അതെന്താണ് ചെയ്യണം. അതിന് നമ്മൾ ഇതിലേക്ക് കൂടെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് പോകാൻ. നമ്മൾ ബ്രിഡ്ജ് റാങ്ക് എടുത്തായിരുന്നു ഇവിടുന്ന്. നമ്മളതിന് ഇന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകാം? ബ്രിഡ്ജ് റാങ്ക് മേളിലോട്ടാ ഗൈസ്. മേളിലോട്ട് ബ്രിഡ്ജ് റാങ്ക് ഉണ്ടായിരുന്നു. അത് വേളയിൽ കിടപ്പുണ്ടായിരുന്നു. നമ്മളന്ന് ചത്ത് പോയിട്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിലേക്കൂടെ പോയി ചാടാനേ. നമ്മളെപ്പോഴും ചാവും കഴിയും. നമ്മൾ ഈ വട്ടം ചാവലും വിട്ട് കൊടുക്കരുത്. നമ്മളെ ക്രാങ്ക് അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഐസ് അടിഞ്ഞ് ഇറങ്ങിയിട്ട്